മലപ്പുറം കാളികാവിലെ 2.5 വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി. ഫായിസിന്റെ ഉമ്മയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് ഉച്ചയോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. കുട്ടിയുടെ മരണം മർദ്ദനത്തെ തുടർന്നാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി പറയുന്നുണ്ട്. അതേസമയം മർദ്ദനത്തെ പറ്റി നേരത്തെ പരാതി പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തില്ല എന്നും കുട്ടിയുടെ മുത്തശ്ശി ആരോപണം ഉന്നയിച്ചു. പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തോ? എവിടെ പോലീസില്? നമ്മൾ കാളിയാവിലും ഒരു പറയും കാളിയാവ് പോവാന്. കാളിയാവ് ചെല്ലുമ്പോ പറയും പൂക്കോട്ടുംപാടം, നിങ്ങൾ സ്റ്റേഷന് പൂക്കോട്ടുംപാടാണ്. നമുക്ക് എവിടെയില്ല, ഏത് സ്റ്റേഷനും ഇല്ല. ഞാൻ ചോദിച്ചു, പിന്നെ എനിക്ക് ഏതാ സ്റ്റേഷന് അത് പറഞ്ഞു തരി, നിങ്ങൾ അവിടേക്ക് ഇവിടേക്ക് പറഞ്ഞയച്ച്. എന്നിട്ട് പോലെ അവിടുന്ന് ലാസ്റ്റ് പോലെ പറഞ്ഞ് ഈ കേസ് സ്ഥാപനത്തിന്റെ കേസും കൊണ്ട് ഇതിക്ക് ഈ സ്റ്റേഷനിക്ക് വരണ്ടാന്ന്. അതാരാ പറഞ്ഞു? വനിതാ പോലീസ്. എവിടെ? ഏത് സ്റ്റേഷനിലാണ്? പൂക്കോട്ടുംപാടം സ്റ്റേഷന്. അതിന്റെ മുന്നൊരു വനിതാ പോലീസ് അതേമാതിരി തന്നെ പോടി പുറത്തേക്ക് പോന്നാന്നുകൊണ്ട് ഇന്നെ പുറത്താക്കി. ഓല് നമ്മളോട് പറയാൻ പറ്റാത്ത വാക്കുകളെ നമ്മളെ ഓല് പറയണത്. ഓല് നമ്മളെ സഹകരിച്ചല്ല, ആക്ഷൻ ഓല് എടുക്കണില്ല. ചുരുക്കം ആക്ഷൻ അത് എടുക്കണില്ല. കാരണം ഇവര് പറഞ്ഞാലും ഒന്നും ഒരു സ്വീകരിക്കില്ല. കാരണം ആണുങ്ങളില്ലല്ലോ പറയാനേ. സോണൽ കൃഷ്ണ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സോണൽ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ മുഹമ്മദ് ഫായിസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? രണ്ടാമത്, ഇവർ ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണമാണ്. ഈ നേരത്തെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി എടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു കുഞ്ഞിന്റെ കാര്യം കൂടിയാണ്. പ്രധാനമായിട്ട് പറയേണ്ടത് ഇത് ഈ പിതാവ്, അതായത് മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിനെ അറസ്റ്റ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് പോലീസ് നൽകിയിട്ടുള്ള വിവരം. ഇയാളെ ഉച്ചയോടെ തന്നെ കോടതിയിൽ ഹാജരാക്കും. പ്രധാനമായും മറ്റൊരു കാര്യം പറയേണ്ടത്, ഇതിൽ മറ്റേതെങ്കിലും തരത്തിൽ ബന്ധുക്കൾക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. അതുകൊണ്ട് ഈ ഭർത്താവിന്റെ മാതാവിനെയും അനുജത്തിയെയും ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനും ഇന്ന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ഫായിസിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഏകദേശം വൈകിട്ടോടെ, രാത്രിയോട് കൂടിയിട്ടാണ് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതും. അതിൽ പറയുന്നത് തലയ്ക്കും അതുപോലെ തന്നെ നെഞ്ചിലുമേറ്റ ക്ഷതമാണ്, അതായത് മർദ്ദനത്തിനേറ്റ ക്ഷതമാണ് മരണകാരണം എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. വാരിയൽ ഉൾപ്പെടെ പൊട്ടിയ നിലയിലായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് വലിയ തരത്തിലുള്ള മർദ്ദനത്തിന് ആ 2.5 വയസ്സുകാരിയ പിഞ്ചു കുഞ്ഞ് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത് മുതൽ തന്നെ ആരോപണവുമായി രംഗത്തുണ്ട്. മുത്തശ്ശി ഉൾപ്പെടെ ആരോപണവുമായി രംഗത്തുണ്ട്. തൊട്ട് മുൻപ് നമ്മൾ കേട്ടതാണ് അവരുടെ പ്രതികരണം. അവർ ഇക്കാര്യം പറഞ്ഞു, അതായത് ഇതിനു മുമ്പും ഈ കുട്ടിയെ ഈ ഭർത്താവ്, അതായത് മുഹമ്മദ് ഫായിസ് മർദ്ദിച്ചിട്ടുണ്ട്. ആ കാര്യം പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ എത്തിയപ്പോൾ വേണ്ട ഗൗരവത്തോടെ വിഷയം കണ്ടില്ല, ഇവരെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. അത് ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, അന്ന് ഒരു കാര്യം, അല്ലെങ്കിൽ അന്ന് ആ സമയത്ത് ഒരു പക്ഷേ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നു എന്നാണ് ആ പ്രദേശവാസികളിലും ഇവരുടെ കുടുംബവും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അന്ന് എന്തുകൊണ്ട് പോലീസ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല? അതുകൊണ്ട് ഇന്ന് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളത് ഏറ്റവും ആക്ഷേപകരമായി നോക്കിക്കാണേണ്ടതാണ്. ഇതിനു മുമ്പും അനവധി സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ പോലീസിന്റെ അനാസ്ഥ കൊണ്ട് സംഭവിച്ച പല മരണങ്ങളും ഉണ്ട്. ഗാർഹിക പീഡനങ്ങളാവട്ടെ, ഇത്തരത്തിലുള്ള മറ്റ് സ്ത്രീധന പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള മരണങ്ങൾ നമുക്കറിയാം. ആദ്യം പരാതിയുമായി എത്തുന്ന സമയത്ത് പോലീസ് വേണ്ട ഗൗരവത്തോടെ കാര്യങ്ങൾ എടുത്തിരുന്നില്ല. അതുകൊണ്ട് പിന്നീട് മരണം സംഭവിക്കുന്ന സംഭവം ഉണ്ടായി. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ സ്ത്രീ ഉൾപ്പെടെ സ്റ്റേഷനിൽ എത്തി പരാതി പറഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ശരിയായ നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് ഒരു കുട്ടിയുടെ മരണം വരെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആക്ഷേപകരമായി നോക്കിക്കാണേണ്ടതാണ്. ആ കുട്ടി വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരള മനസാക്ഷിയെ തന്നെ നടുക്കുന്ന ഒരു കാര്യം. സ്വന്തം പിതാവാണ് ആ കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആ വാരിയെല്ലാം ഉൾപ്പെടെ തകരുന്ന സാഹചര്യമുണ്ട്. കുട്ടിയുടെ മുഖം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. ഏറ്റവും ഭയാനകമായിട്ടുള്ള കാഴ്ചയാണ്. കുട്ടിയുടെ മുഖത്തുൾപ്പെടെ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ആ വേദനയിൽ പോലും ആ ഉമ്മ പ്രതികരിച്ചത് എന്റെ കുട്ടിയെ അയാൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ്. കാരണം ഈ ഉമ്മയുടെ ആരോപണം ഉൾപ്പെടെ പുറത്തു വന്ന സമയത്ത് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല. പിന്നീട് സാഹചര്യങ്ങൾ മാറുന്നത് കണക്കിലെടുത്താണ് ഇയാളെ വൈകിട്ടോടെ കസ്റ്റഡിയിൽ എടുക്കുന്നത്.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിന് വന്നതിന് ശേഷം ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇപ്പോൾ ഇതാ ഇത്തരത്തിൽ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 75 JJ ആക്ട് ഉൾപ്പെടെ ചുമത്തി തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇന്ന് ഉച്ചയോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ എടുക്കും. ഇതിനുശേഷം ഇത് വിശദമായ ചോദ്യം ചെയ്യും. അതിനുശേഷമാണ് ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കുക. കാരണം ഇവരുടെ ആരോപണമുണ്ട്, ഈ കുട്ടിയുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും ആരോപണമുണ്ട്. ഈ ഭർത്താവിന്റെ അമ്മയും സഹോദരി ഭർത്താവും നിലനിൽക്കെ മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം, ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ കുട്ടിയുടെ മുത്തശ്ശി ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ചു തന്നെയാവും അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം ഇനി ഈ പ്രതികളായവർക്ക് ഒരു പഴുത് അടച്ചുള്ള അന്വേഷണമാണ് ആവശ്യം എന്നുള്ളതാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇനിയും നടപടി സ്വീകരിക്കാത്ത പക്ഷം ആണെന്നുണ്ടെങ്കിൽ കൃത്യമായ പ്രതിഷേധവുമായി രംഗത്തെത്താൻ തന്നെയാണ് തീരുമാനമെന്നാണ് കുടുംബവും മറ്റ് സാമൂഹിക പ്രവർത്തകർ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്.